ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നാലാമത്തെ മീൽസ് കോംബോ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 3 കോംബോ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർ കാണുക പ്ലീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ചാറുകറിയാണ് ആസ് യൂഷ്വൽ. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കാം. കുക്കറില്ലാത്തവർ സാധാരണ പാത്രത്തിൽ വെച്ചും ചെയ്യാം. അതിലോട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചക്കായാണ്, നേന്ത്രക്കായാണ് കേട്ടോ. അപ്പോൾ നേന്ത്രക്കായ ഇല്ലാത്തവർ സാധാരണ ഏത് കായാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ചെറിയ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കായയുടെ പീസസ് ആണ്. നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പം ഞാനിത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളി ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ ചേർത്താലും നന്നായിരിക്കും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1.5 കപ്പ് വെള്ളം. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കുക്കായിട്ടുണ്ടോ ഒന്ന് നോക്കണം. അതെ, നന്നായി കുക്കായിട്ടുണ്ട്. ഒന്ന് കയ്യിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ അരച്ചത് കേട്ടോ. വേറെ തേങ്ങയുടെ കൂടെ നമ്മൾ ജീരകമോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. 5 ടേബിൾ സ്പൂൺ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാതെ നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. രുചി നോക്കാൻ മറക്കരുത്. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. കാച്ചി ഒഴിക്കുന്ന വെച്ചാൽ ഉള്ളി കാച്ചി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകട്ടെ. ഇതിലിപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചില സമയത്ത് ഈ കറി ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഉണക്കച്ചെമ്മീൻ ഇല്ലേ, ഉണക്കച്ചെമ്മീൻ പച്ചമണം മാറുന്നവരെ എണ്ണ ഇല്ലാണ്ട് ഒന്ന് ചീനച്ചട്ടിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കും. അപ്പോൾ ഉണക്കച്ചെമ്മീനും കായും കറിയാവും. അപ്പോൾ എങ്ങനെ വേരിയേഷൻസ് ഒക്കെ വരുത്താട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ നോക്കി ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ പുളി നോക്കിയിട്ട് പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇനി കാച്ചി ഒഴിക്കാം. നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഇതിലോട്ട് ഉള്ളി കാച്ചി ഒഴിക്കാം, അതല്ലെങ്കിൽ കടുക് കാച്ചാട്ടോ. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ചേർത്തോളൂ, അത് ചെയ്തോളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ. വറ്റൽമുളക് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ ഷോൾഡർ പെയിൻ ഉണ്ടല്ലോ, ഷോൾഡർ പെയിൻ മാറിയിട്ടില്ല, കുറവുണ്ട്. എന്നാലും കൈ കൊണ്ട് ഇങ്ങനെ ഒരുപാട് നേരം അലക്കുമ്പോഴൊക്കെ വലിയ വേദനയാണ്. അപ്പോൾ ഡോക്ടറിനോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെസ്റ്റ് ആയിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഇടേണ്ട ദിവസമല്ലേ, അതുകൊണ്ട് പിന്നെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രോ ഇല്ല കേട്ടോ, ഒന്ന് എനിക്ക് വയ്യ. അപ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിരിക്കുമ്പോൾ ഈ കറി അങ്ങ് തിക്കായി മാറും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇനി ഒഴിക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഈ നമ്മൾ ചെറിയുള്ളി കാച്ചിയതിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ ഇങ്ങനെ ഉള്ളിൽ നിൽക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഇനി അടുത്ത മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതായത് മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇന്ന്. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണെങ്കിലും ഒഴിക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. പക്ഷെ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഏറ്റവും സ്വാദ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയുള്ളിയും മുളകും കൂടെ ഒരുമിച്ച് ചതച്ചാണ് ചേർക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യാറുള്ള പോലെ ചതച്ച മുളക് ചേർക്കാറുള്ളത് കേട്ടോ. നമ്മുടെ ഹിറ്റായ റെസിപ്പികളിലൊന്നാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഞങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും കോംബോ ആകുമ്പോൾ പിന്നെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്കൊരു 12 ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ അത്രയും സ്വാദ് കൂടുതലായിരിക്കും. നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ ഒരുപാട് ഇടരുത്, ശ്രദ്ധിക്കണം. ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വാട്ടിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം കൂടി ഒരു കളർ അതിലേക്ക് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇത് ഒന്നും മുളകില്ലാത്ത പോലെ ഒരു ഫീൽ വരും ചിലപ്പോൾ. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ അങ്ങ് 2-3 മിനിറ്റോളം ചെറിയ തീയിലിട്ടങ്ങ് വാട്ടിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക എങ്ങനെ അരിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ പണ്ടത്തെ വീഡിയോയിൽ അരിയുന്ന പോലും കാണിച്ചിരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ബാലപാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞാൽ സന്തോഷം. പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി എന്തിനും ഇതൊക്കെ കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഓരോ കറിക്ക് അതിൻ്റെതായ രീതിയിൽ അരിയണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമുക്കൊരാൾ പറഞ്ഞു തന്നാലേ നമുക്കിത് അറിയുള്ളൂ. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ പല കുട്ടികളും പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അമ്മമാരില്ല പലർക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചിലർക്ക് അരോചകമായി തോന്നും. ഇപ്പം നമ്മളെ വിചാരം നമുക്കറിയാമെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് തെറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതേസമയം ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അപ്പോൾ ചില കമന്റ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ശരിയാണ്, പക്ഷെ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ പോലെ തന്നെ കുക്കിങ്ങിലോട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾ താല്പര്യമില്ലാത്തവർ കാണണ്ട. പിന്നെ നമുക്ക് യൂട്യൂബിൽ സ്കിപ്പിംഗ് എന്നുള്ള പരിപാടി ഉണ്ട്. സ്കിപ്പ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പം എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങൾ ഇൻട്രോ വലിച്ചു വാരി പറയുന്നത്, ഇൻട്രോ എന്തിനാ ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ട. പക്ഷെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അപ്പം എനിക്ക് പറ്റുന്ന ആരോഗ്യമുള്ള സമയത്ത് ഞാൻ ഇൻട്രോ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൽ സ്കിപ്പ് അടിച്ചാൽ മതി, നിങ്ങൾക്ക് എന്നെ കാണണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം മരിച്ചു പോകുന്ന മനുഷ്യരാണ്. അപ്പം നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലോകത്ത് മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കുക. നമുക്കിതൊന്നും ചെറുതായിട്ട് അടച്ചു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ശരി, ഓക്കെ, അറിയാം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ ഇതൊക്കെ ആർക്കും അറിയാൻ മേലാത്ത, ഞാൻ 7 വർഷം മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പുട്ടുണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം, ശരിയാണ്. പക്ഷെ അറിയാത്ത എത്ര പേര് അതിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നേ, ചേച്ചിക്ക് ഉപകാരമായി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് മതി, ഒരാൾക്കെങ്കിലും ഒരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത് വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കുറേ മിഥ്യാധാരണകളുണ്ട് പലർക്കും. എനിക്കെല്ലാം അറിയാം. പക്ഷെ ഒരു മനുഷ്യനും ഈ ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നവരെല്ലാം അറിയാൻ പറ്റില്ല. അത് നടക്കുന്ന ഒരു കാര്യമല്ല. അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്കിത് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ടിപ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കണേ. ഇതിപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇനി ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഡ്രൈ ആവുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നേരം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു കഴിച്ച് നോക്കുക, രുചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചമ്മന്തിയാണ്. കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി എന്താ നോൺ വെജ് ഒന്നും കാണിക്കാൻ. നോൺ വെജ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ചമ്മന്തി ആവും ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പം ചെമ്മീൻ ചമ്മന്തി കഴിക്കാത്തവർ അതിന് ചെമ്മീന് പകരമായിട്ട് എന്ത് ചെയ്യണം, തേങ്ങാ ചമ്മന്തിയോ സാധാരണ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മാങ്ങ ചമ്മന്തിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് എന്താ, ഉണക്കച്ചെമ്മീൻ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് നല്ല റെഡിയാക്കി കൊണ്ടുവന്ന ചെമ്മീനാണ് കേട്ടോ. അതായത് അജിത് ചേച്ചിയാണ് എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്യും. 2-3 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം വലം വെക്കും. പിന്നെ അതങ്ങ് വറുത്തെടുക്കും. എന്നിട്ട് നല്ലൊരു ചെറിയൊരു റെഡ്, ഒരു ഓറഞ്ച് കളർ വരുന്ന വരെ അങ്ങ് വറുക്കുക. അതിനുശേഷം ഇതിന്റെ തലയും വാലും കളയാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. ആദ്യം തന്നെ തലയും വാലും കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് വറുത്താലും മതി. പക്ഷേ ഇതാണ് എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ തലയും വാലും കളയാൻ എളുപ്പമായിരിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഫ്രൈ ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മളെ നൈബേഴ്സ് എന്നെ പുറത്താക്കും, കംപ്ലൈൻറ്റ് ചെയ്യും. അത് കാരണം എപ്പോഴുമേ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം സിബ്ലോ കവറിലാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഞാനിവിടെ എപ്പോഴും കബോർഡിനുള്ളിൽ തന്നെ 2-3 കവറിലാക്കിയിട്ട് വീണ്ടും ഒരു പാത്രത്തിലാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പം അതിന് മണമൊന്നും പുറത്തേക്ക് വരില്ല. അപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒന്ന് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ച ചെമ്മീൻ പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇതേപോലെ തന്നെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 3 റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകാണ് കേട്ടോ. 3 ഞാൻ വലിയ 3 എടുക്കുന്നത്. അത് ആദ്യം തന്നെ ഒന്ന് കറക്കി എടുക്കാം. ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഞാനൊരു 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി. ഞാൻ നോർമലി നമ്മുടെ വീട്ടിലൊന്നും പുളി ചേർക്കാറില്ല. പിന്നെ അന്ന് വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു പുളി വേണമെന്ന്. എന്നാൽ ശരിയായിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അതേ ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 2 കറിവേപ്പിലയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എൻ്റെ അമ്മ ചെയ്യുമ്പോൾ പുളി ചേർക്കാറില്ല എന്ന് മാത്രം. ഇതും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഓക്കെ, ഇനി അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരുപാട് അരയ്ക്കാൻ പാടില്ല കേട്ടോ തേങ്ങ. അതായത് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ മതി, എടുത്താൽ മതി. ഇങ്ങനെയാണ് കേട്ടോ എല്ലാ ചമ്മന്തി ഉണ്ടാക്കേണ്ടത്. തേങ്ങ ഒരുപാട് അരയ്ക്കാൻ പാടില്ല. ചട്നി എന്ന് പറയുമ്പോൾ അറിയാം, ചമ്മന്തി എന്ന് പറയുമ്പോൾ തേങ്ങ ഒരുപാട് അറിയാൻ പാടില്ല. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അമ്മിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ്.
അപ്പോൾ നമുക്ക് അമ്മയില്ലാത്ത കാരണം ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മുടെ മിക്സിയിൽ നിന്ന് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രുചിച്ച് നോക്കണേ. പിന്നെ എൻ്റെ മുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് 3 മാത്രം എടുത്തിരിക്കുന്നത്. അതേസമയം 4-5 വരെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മുളക് അനുസരിച്ചും നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ചും മുളകിൻ്റെ ഇത് തീരുമാനിക്കുക. അതേപോലെ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിച്ചോളൂ. നമുക്കിപ്പോൾ എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ട ഉരുട്ടിയിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ വിളമ്പാറുള്ളത്. ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് പാത്രത്തിൽ നമ്മളിപ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ വെക്കാറുള്ളത്. അതുപോലെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വിളമ്പിയാലോ? അത് തന്നെ ചോറ് വിളമ്പാം. ഇന്നത്തെ ചോറ് കുറച്ച് വേവ് കൂടി. ഇനി നമുക്കതിലോട്ട് കുക്കുംബർ ഡെയിലി കഴിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. സാലഡായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കുക്കുംബർ മാത്രം ചുമ്മാ അരിഞ്ഞു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു സ്ലൈസ് ഓണിയൻ വെക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെക്കാം. പണ്ടൊക്കെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മനസ്സിലായി എൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ പഴയ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ പഴയ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. ഒരു വെജിറ്റേറിയൻസ് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെമ്മീൻ മാത്രം ഇടണ്ട ഈ റെസിപ്പിയിൽ. ബാക്കി എല്ലാം സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അതായത് നമ്മൾ ചെമ്മീൻ ചേർക്കാത്ത ചമ്മന്തി. അപ്പോൾ ചെമ്മീൻ ചേർക്കാണ്ട് ബാക്കി ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളി, മുളക്, കറിവേപ്പില, പുളി, തേങ്ങ എല്ലാം കൂടി ഇങ്ങോട്ട് ജസ്റ്റ് അടിച്ചാലും അടിപൊളിയുള്ള ചമ്മന്തിയാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ചമ്മന്തി. അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റാണ് അത്. അമ്മിയിലാണ് എൻ്റെ അമ്മ ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മിയിൽ നമ്മൾ അത് ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ചമ്മന്തി മാത്രം അമ്മ അതിൽ വെക്കും. എന്നിട്ട് ചോറ് പരട്ടി തരും ചെറുതായിരിക്കുന്ന സമയത്ത്. ഇപ്പോഴും ആ രുചി എൻ്റെ നാവിലുണ്ട്. അതൊന്നും ഇപ്പോൾ കിട്ടില്ല മക്കളെ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ചാറ് കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിലർ പറയാറുണ്ട് ചേച്ചി ഇത്രയും കറികളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കേണ്ട കുട്ടികളെ. ഞാനൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കാണിക്കണമെന്ന് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് ഉണ്ടാക്കിയാൽ മതി. അല്ലാണ്ട് ഇതും എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും റെസിപ്പി കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഒരു വീഡിയോയിൽ തന്നെ ഇത്രയും ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി തൈര് സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ കോമ്പിനേഷനും റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ കറികളാണ്, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കറികൾ ഉൾപ്പെടുത്തുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയവും വേണ്ട, പക്ഷെ രുചിയാണെങ്കിൽ അപാരമാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ കറികൾ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ? ചോറൊക്കെ മാറ്റി വെച്ചു. ഈ ചെമ്മീൻ ചമ്മന്തി മാറ്റി വെക്കട്ടെ. പക്ഷെ നമുക്കൊരു പിടി പിടിക്കാം. അപ്പം ഞാൻ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തൈരും ഇതും കൂടെ അതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് മിക്സ് ചെയ്യും. പിന്നെ ചിലപ്പോൾ ഞാൻ അച്ചാർ കൊടുക്കും കേട്ടോ. ചെമ്മീൻ ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൈരിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഇച്ചിരി അച്ചാറോ പപ്പടം ഉണ്ടെങ്കിൽ പേഷായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇത് കഴിച്ച് നോക്കാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇത് നമുക്ക് വെണ്ടയ്ക്ക അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലെ ടിപ്സൊക്കെ നോക്കിക്കോളൂ. ഞാൻ വീഡിയോൻ്റെ ലിങ്കൊക്കെ താഴെ തരാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ എല്ലാ കോമ്പോസും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കോമ്പിനേഷൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും വയ്യാതിരുന്നിട്ടും കോമ്പിനേഷൻസ് ഇടുന്നത്. അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിൽ ഒതുക്കേണ്ടതാണ് ഒരു റെസിപ്പിയിൽ. അപ്പം അടുത്ത ശനിയാഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്